ഹായ് ഹലോ, ഞാൻ ഷംസിയ ഫർഹാന. എൻ്റെ വീട് പാലക്കാടാണ്. ഞാൻ BA എക്കണോമിക്സ് ഗ്രാജുവേറ്റഡ് ആണ്. കരിയറിൽ ഒരു കൺഫ്യൂഷൻ വന്ന് നിൽക്കുന്ന സമയത്താണ് ഇനി എന്തെടുക്കണം എന്നുള്ള ഒരു ചോദ്യചിഹ്നമായിട്ട് ഞാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ശ്രീവിദ്യ മാമിൻ്റെ വീഡിയോസ് കാണുന്നത്. ഞാൻ മാമിൻ്റെ വീഡിയോസ് തുടക്കം തൊട്ട് കാണുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ എടുത്ത വിഷയം എനിക്ക് ഒട്ടും സ്യൂട്ടായില്ല. സോ ഇനിയും അങ്ങനെ ഒരു ഇതിലേക്ക് പോയി വിടണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ ഒന്ന് എനിക്ക് പറ്റുന്നത് തിരഞ്ഞെടുക്കാം എന്നുള്ള ഒരു ഡിസിഷനിൽ ഞാൻ എത്തി. അങ്ങനെയാണ് ഞാൻ ശ്രീസ് അക്കാദമിയുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നത്. സോ ഞാൻ അങ്ങനെ കോഴ്സിൽ ചേർന്നു. ബട്ട് ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ എത്രത്തോളം എൻഗേജ്ഡ് ആവും, എത്രത്തോളം നമുക്ക് അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. പക്ഷേ ആ ഭയം ഒന്നും അതിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ള തരത്തിലായിരുന്നു ഇവിടുത്തെ ഓൺലൈൻ ക്ലാസ് നമുക്കുണ്ടായിരുന്നത്. അതിൽ എസ്പെഷ്യലി നൗമി മാമാണ് ഞങ്ങളുടെ ട്രെയിനറായിട്ടുണ്ടായിരുന്നത്. മാമിൻ്റെ ക്ലാസ് അടിപൊളിയായിരുന്നു, ഒന്നും നമുക്ക് പറയില്ല. കാരണം ഓൺലൈൻ ക്ലാസ് ആണെന്നുള്ള ഒരു ഫീല് പോലും നമുക്ക് തരാണ്ട് അത്രയും അടിപൊളിയായിട്ടായിരുന്നു മാം ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. കാരണം ഓരോ ടോപ്പിക്കും നമുക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ട് മാമിൻ്റെ എക്സ്പീരിയൻസ് മാം പറഞ്ഞിരുന്നു. കൂടാതെ ഞങ്ങൾക്കും അതിൽ ഒപ്പീനിയൻ പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടായിരുന്നു. ഞങ്ങളൊരു 10 പെൺകുട്ടികൾ അടങ്ങുന്ന ക്ലാസ് ആയിരുന്നു ഞങ്ങൾ ഈവനിങ് ബാച്ച് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഞങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ അങ്ങും ഇങ്ങുള്ളവരും ദുബായിലുള്ളവരും മുംബൈയിലുള്ളവർ അങ്ങനെ ഒരുപാട് പേരുള്ള ഒരു 10 പേരടങ്ങുന്ന ഒരു കൂട്ടം. ലാസ്റ്റ് ഡേ ഓഫ് ദ ക്ലാസ് ഞങ്ങൾ എല്ലാവരും അതെ ഭയങ്കര മിംഗ്ലിംഗ് ആയിരുന്നു. ക്ലാസ്സും അതെ നല്ലോണം എൻഗേജ്ഡ് ആയിരുന്നു. കുറേ ആക്ടിവിറ്റീസ് ചെയ്തു. ഇപ്പം MBAയിലായിരുന്നെങ്കിൽ CV ഷോർട്ട് ലിസ്റ്റിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇവിടെ വന്നപ്പോൾ നമുക്ക് ഡയറക്റ്റ് CVs തരുന്നു, അത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ പറയുന്നു, അങ്ങനെ പല കാര്യങ്ങളും. അപ്പോൾ അത് വളരെ എൻഗേജ്ഡുമാണ്. അതേപോലെ നമുക്ക് കുറേ നോളേജ് നമുക്ക് കിട്ടും. അതുപോലെ കേസ് സ്റ്റഡീസ് ആണെങ്കിലും നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം കാര്യങ്ങൾ, അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇൻറ്റേൺഷിപ്പിന് വന്നു. ഇവിടെ ഇൻറ്റേൺഷിപ്പ് വന്നതിന് ശേഷം ഞാൻ ഓവറോൾ HR-ൻ്റെ കോർ ടോപ്പിക്സ് ഒക്കെ ഞാൻ കവർ ചെയ്തു. അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ആയി, ഒരു ഓഫീസ് അറ്റ്മോസ്ഫിയർ, ഒരു പ്രൊഫഷണാലിസം എനിക്ക് ഇവിടുന്ന് കിട്ടി. അതേപോലെ ഞങ്ങളെ ട്രെയിനറായിരുന്നു ഷാമിൽ സാർ എന്ന് പറഞ്ഞാൽ. ഷാമിൽ സാർ അതേപോലെ ഏതൊക്കെ പോയിന്റ് ഇത് ഇങ്ങനെ ചിന്തിക്കണം, അങ്ങനെ ചിന്തിക്കണം. അതേപോലെ ഞാനിപ്പോൾ ഒരു പോയിന്റ് കിട്ടിയാൽ ഞാൻ അതിനെ 4 ഭാഗവും ചിന്തിക്കാൻ തുടങ്ങി. സിബിൻ സാറായിരുന്നു നമുക്ക് UI ടോപ്പിക്സ്. കാരണം UI ടോപ്പിക്സിലെ പേറോളും നമ്മുടെ ഇന്ത്യൻ ലേബർ ലോസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ടല്ലോ. അപ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ സാറ് വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ വരെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിരുന്നു. കാരണം നമുക്കൊന്നും മാത്സ് കാൽക്കുലേഷൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ആ ഇഷ്ടമില്ലാത്ത ആൾക്കാരെ കൊണ്ട് എങ്ങനെ പേറോൾ നല്ല രസകരമായിട്ട് ചെയ്യാം എന്നുള്ളത് സിബിൻ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നിട്ടാണ് നമ്മൾ വളരെ ഫണ്ണാക്കിക്കൊണ്ടും വളരെ നമുക്ക് ക്ലിയർ ആയിട്ടാണ് നമ്മൾ ആ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നത്. സോ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത്രയും ഷുവറായിട്ട് നമ്മളെ കൊണ്ട് അത് പറ്റുന്നുള്ള രീതിയിൽ ഒരു HR എന്നുള്ള ആ ഒരു പവർ പാക്ക് ആക്കിയിട്ട് തന്നെയാണ് നമ്മളിവിടെ നിന്ന് ഇറക്കുന്നത്. അങ്ങനെ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും ചെയ്യും. അതുപോലെ എംപ്ലോയി എൻഗേജ്മെൻറ്റിൻ്റെ ആണെങ്കിലും അതെ, പെർഫോമൻസ് അപ്രൈസലാണെങ്കിലും അതെ, ആ എല്ലാ സ്റ്റെപ്സിലൂടെയും ഞങ്ങളെ ഈ പറഞ്ഞ പോലെ നല്ലൊരു എക്സ്പോഷർ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. സോ കരിയറിൽ വളരെയധികം സ്റ്റക്കായി നിന്ന് പോയ ഒരു സമയത്ത് നിന്നാണ് എൻ്റെ പേഴ്സണലിൽ ഒരുപാട് ഡെവലപ്മെൻറ്റ് എനിക്കെന്നെ ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചത് ശ്രീസ് അക്കാദമിയും ശ്രീവിദ്യ മാമും തന്നെയാണ്. സോ ഈ ഒരു അവസരത്തിൽ എനിക്ക് അവരോട് ഭയങ്കരമായിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ട്. കാരണം നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനാണ് വാട്ട്സ് നെക്സ്റ്റ് എന്നുള്ള ക്വസ്റ്റ്യൻ. അതിന് ആൻസറായിട്ട് വന്നവരായിരുന്നു എനിക്ക് ശ്രീസ് അക്കാദമി ഇവിടുത്തെ ക്രൂ മെമ്പേഴ്സും. എൻ്റെ കൂടെ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ ഇവിടുത്തെ എല്ലാ സ്റ്റാഫും നമ്മൾ എന്ത് ഡൗട്ട്സ് ചോദിച്ചാലും അതിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആളുകളായിരുന്നു. സോ എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സഹായിച്ച ശ്രീസ് അക്കാദമി ടീമിനോടും ശ്രീവിദ്യ മാമിനോടും ഈ അവസരത്തിൽ ഒരുപാട് നന്ദി പറഞ്ഞു നിർത്തുന്നു. താങ്ക് യു.